സ്വരരാഗംഗാ പ്രവാഹമേ. ഹാ എന്താ പറയാനാ അല്ലേ? അതാണ് ഏറ്റവും നല്ല മരുന്ന്, മസാജ്. കൈ തൊട്ട് തൊട്ട് തൊട്ടാ നീര് പോവണം. അതെ, അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ആ നീരങ്ങോട്ട് ഉടച്ചു വിടണം. ആ ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിപ്പം 9ാം മാസത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് എക്സൈറ്റഡ് ആണ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള സംഭവത്തിൽ നമ്മൾ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഈ ഒരു ദിവസം തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ 9ാം മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്, ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ ലൈഫിലും 9th മന്ത് എന്ന് പറഞ്ഞ ഒരുപാട് പ്രതീക്ഷകളുടെ സമയമാണ്. ചില മെഡിസിൻസൊക്കെ നമ്മൾ ഈ ദിവസം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ചില സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ നാളെ ഒന്ന് വിളിച്ചുണർത്താൻ നോക്കട്ടെ. ഇപ്പം ഉണർന്നെണീക്കുന്നത് എന്താണ് അവസ്ഥ എന്നറിയില്ല. അതിൽ തന്നെ ഞാനൊരു ചെറിയൊരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്താ പറയുക, ചില ദിവസങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം എല്ലാ ദിവസവും ആൾ എനിക്കാണ് ഉണ്ടാക്കിത്തരാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൾ നല്ല ഉറക്കത്തിലാണ്. ഇനി ഒന്ന് വിളിച്ചുണക്കുക. അമ്മു 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 എനിക്ക് ഇതാ നേരം വെളുത്ത ബാബാ, നീ ചായ കുടിക്കാം. ബാ എനിക്ക് കുഞ്ഞാവയ്ക്ക് ചായ കുടിക്കേണ്ട സമയമായി. നീ കുടിച്ചാലല്ലേ കുഞ്ഞാവയ്ക്ക്. രാത്രി ഉറങ്ങാത്തോണ്ട് കുറച്ച് പേരോട് ഒന്ന് കിടന്നോട്ടെ. അല്ല സാരമില്ല, എനിക്ക് ബാ എണീറ്റാ മതി. പതുക്കെ എണീറ്റാ മതി. ചായയൊക്കെ കുടിച്ച് ഡാ നല്ല കിടുക്കൻ ചായയൊക്കെയാണ് ഉണ്ടാക്കി. കുടിച്ചിട്ട് ഞാൻ പറഞ്ഞാ പോരെ? അതെന്താ ഞാൻ ഉണ്ടാക്കുന്ന കിടുക്കനെല്ലാം തോന്നുന്നു. സ്മെല്ലിലൊന്നും കുഴപ്പമില്ല, ടേസ്റ്റിലും കുഴപ്പമൊന്നുമില്ല. കൈപുണ്യം അങ്ങനെയാണ്. തന്നെയാണോ? അതെന്താ നിനക്ക് ഇത്ര സംശയം? അല്ല, സാധാരണ രീതിയിൽ കടുപ്പം കൂടുതലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം. അതിപ്പോൾ ഓരോ ദിവസം എനിക്ക് ഓരോ ടേസ്റ്റിലേക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ചില ദിവസങ്ങളിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ചില ദിവസം മനുഷ്യന് കുടിക്കാൻ പറ്റും. നീ കുടിച്ചു? ഞാൻ കുടിച്ചു. ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കുടിച്ചു നോക്കിയിട്ടേ തരൂ. അല്ല ചൂടാ. ഹലോ. അത് രാവിലെയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കിടന്നുറങ്ങി. വെറുതെ വിളിച്ചുണർത്തണ്ട. രാവിലെ മറ്റേ എന്താ പറയുക, ചെറു ചൂടുള്ള അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അനക്കം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിപ്പം ഞങ്ങളുടെ 9ാം മാസത്തിൻ്റെ ആ ഒരു മിഡിൽ കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതുസമയം കുഞ്ഞാവ് വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ 9ാം മാസം ഞങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാ ഗർഭിണികളുടെയും ജീവിതത്തിൽ 9ാം മാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം. 9ാം മാസം മാത്രമല്ല കേട്ടോ ഇമ്പോർട്ടൻ്റ്, എല്ലാ ദിവസവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ദിവസം ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്ന് പറഞ്ഞുതരാൻ ഞങ്ങളൊന്ന് ശ്രമിക്കാം. ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പം കുളിക്കണം, മരുന്ന് കഴിക്കണം, അതൊക്കെ ഒരു വലിയ ചടങ്ങാണ്. അതെ. അപ്പം എണ്ണ തേച്ച് കുളിയൊക്കെ കുറച്ചുകൂടെ പ്രാധാന്യമുള്ള സമയങ്ങളാണിതെല്ലാം. ഡെലിവറിക്ക് ശേഷവുമുണ്ട്, പക്ഷെ എന്നാലും എണ്ണയൊക്കെ തേച്ച് കുളിക്കണം എന്നാണ് നോർമലി നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് ചൂട് ചായ കുടിക്കുന്ന മറ്റൊന്നിനുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞാവയുടെ അനക്കവും കാര്യങ്ങളും ഒക്കെ ചെറു ചൂടുവെള്ളം ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ചുകൂടെ കിട്ടും എന്നിങ്ങനെ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്താ പറയുക, അനക്കം നമുക്ക് കുറച്ച് അങ്ങനെ അധികം അറിയാൻ പറ്റുന്നുണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചായ, പഞ്ചസാര അതൊക്കെ കുറച്ചിങ്ങനെ കൂടുതൽ കഴിക്കുന്നുണ്ട്. എല്ലാം കൺട്രോൾഡാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തിലേക്കുള്ള പോക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മൾ നോക്കി വന്ന ആളെ ഇതുവരെ കണ്ടില്ലല്ലോ. മറ്റേരെ അല്ല കേട്ടോ,
ഗർഭിണികൾ എല്ലാ ദിവസവും പുലർച്ചെ കുറച്ച് ഇളം വെയിൽ കൊള്ളുന്നത് നന്നാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് സൂര്യനെ തപ്പി വന്നതാണ്. പക്ഷേ നല്ല മഴയുള്ളൊരു ദിവസമാണ്. സൂര്യനെ തപ്പി വന്ന് നമുക്ക് മഴയാണ് കിട്ടിയത്. അതെ. പക്ഷെ അപ്പോൾ എന്താ പറയുക, വീണിടം വിഷ്ണുലോകം എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളിങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഒരാളെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മറ്റാരുമല്ല, ഞങ്ങളുടെ സ്വന്തം കുട്ടനാണ്. കുട്ടാ കണ്ട, അതാണ് ഞങ്ങളുടെ കുട്ടൻ. ബാ വാ, ഓടി വാ, ബാ. ആള് ഭയങ്കര സ്നേഹമുള്ളൊരു ജീവിയാണ്. ഞങ്ങളിപ്പം ഇവിടെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട്. കുട്ടാ കുട്ടാന്ന് ഞങ്ങൾ കുട്ടാന്ന് വിളിക്കുമ്പോൾ തന്നെ ആള് റെസ്പോണ്ട് ചെയ്യും. എന്നെ എടുക്കുവാടാ, വാ ബാ. അതെ, ഇപ്പം ഈ കുട്ടൻ്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടു. കാര്യങ്ങൾ സമയം ഏകദേശം 8 അല്ലെങ്കിൽ ആ ഒരു സമയമാകുന്നുണ്ട്. കുളിക്കണ്ടേ? കുളിക്കണം, ഭക്ഷണം കഴിക്കണം, മരുന്ന് കഴിക്കണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. നമുക്ക് കുട്ടൻ്റെ അടുത്ത് എപ്പോഴാണ് കുട്ടൻ്റെ അടുത്ത് പോവാം? വൈകുന്നേരം പോയാലോ? വൈകിട്ട് പോവാം. തൽക്കാലം നമുക്ക് മരുന്ന് കഴിക്കാനുണ്ട് ആദ്യം, എന്നിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്. ഇനി വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ പതുക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. ബാ. രാവിലെ എഴുന്നേറ്റിട്ട് എന്താ പറയുക, മുടിയിൽ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ള പണ്ട് പോലെ ആളുടെ ഒരു ശീലം തന്നെയാണ്. പക്ഷേ ഇപ്പം ഈ ഒരു സമയത്ത് ഇത് പിടിച്ചു, ഈ ഒരു സമയത്ത് നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നല്ല ഉറക്കം കിട്ടുക എന്നുള്ളത് മെയിനായിട്ടുള്ള സംഭവം തന്നെയാണ്. അത് കൂടാണ്ട്, അതെ, ഇച്ചിരി മാറി വന്നു, ഞാനും കൂടി ഇരിക്കും. അത് കൂടാണ്ട് എന്താ പറയുക, ഈ ഒരു സമയത്ത് ഒരുപാട് ചൂട് കൂടുതലായിരിക്കുന്ന സമയമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ മാറാനും, അതെ, നല്ല എന്താ പറയുക, മുടിക്കൊക്കെ നല്ല കരുത്ത് വരാനും ഒക്കെ പറ്റിയ സംഭവമാണ്. കുറച്ചെടുത്തേക്കണോ? ഇവിടെ മെയിനായിട്ട് നമ്മൾ ഉച്ചയിൽ എണ്ണ വയ്ക്കണം എന്നൊക്കെയാണ് പറയുക വീട്ടിൽ, നാട്ടുമുഖങ്ങളിലൊക്കെ. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. എന്നാലും അത് നോർമലി എന്താ പറയുക, ഒന്ന് കൂളാവാനും റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുള്ളൂ. പണ്ടുള്ളവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ സത്യം പറഞ്ഞാൽ എത്ര പേര് അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. ഞാനും ഇപ്പം നമ്മൾ സാധാരണ കുറച്ച് എണ്ണ എടുത്ത് തലയിലേക്ക് തേച്ച് കുളിയും കഴിഞ്ഞ് ഓടിപ്പോരുകയാണ് പതിവ്. പക്ഷേ അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങൾ വേണമെന്ന് അറിയുന്നത് പ്രഗ്നൻസി ടൈമിലാണ് അറിയുന്നത്. ടൈം എടുത്തൊക്കെ ഇങ്ങനെ തേക്കാനും മസാജ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു ഗുണം മനസ്സിലായത് ഇപ്പോഴാണെന്ന് മാത്രം. ഉറക്കമൊക്കെ കിട്ടാൻ വളരെ നല്ലതാണ്. അല്ലാതെ ഓലത്തുമ്പത്തിരുന്ന് വേലാടും പാടി അത്രയ്ക്ക് വേണം. ഒന്ന് പാടുന്നേ. ഓ, ഞാനിനി പാടിയിട്ട് വേണം. ഞാൻ പാടാതെ ഇവിടെ നീക്കില്ല. ഉറപ്പാണോ? എന്നാൽ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഒരാളും കൂടെ കേൾക്കുമല്ലോ അല്ലേ? കുരുന്നു ചുണ്ടിലോ വളർന്ന പാൽമണം, വയമ്പു നാവിലോ ബാക്കി അറിയത്തില്ല. ഞാൻ പാടിയിട്ടുണ്ട്, എൻ്റെ ബാക്കി ഞാൻ പാലിച്ചു. എനിക്ക് കുളിക്കണ്ടേ? ഞാൻ പോയി കിട്ടി. വേറെ എത്ര പാട്ട് വേണം ഞാൻ പാടിത്തരും. പക്ഷെ ഇപ്പം പാടുന്ന സമയമല്ലല്ലോ. ശരി, ഒരുപാട് എണ്ണ തേച്ചധികം ഇരിക്കാൻ പാടില്ല എന്നാ പറയാ. പക്ഷേ എണ്ണ തേച്ചിരിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നല്ല കാച്ചിയ നാടൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഏറ്റവും മുടിക്ക് നല്ലതാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുളസി, പിന്നെ കുരുമുളക്, ഉള്ളി, അങ്ങനത്തെ കുറച്ച് പനിക്കൂർക്ക, പിന്നെ ഈ കൂവളത്തിൻ്റെ ഇല, അതൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. അതെല്ലാം തന്നെ നല്ലൊരു ഹെൽത്തി മുടിയാന്നൊക്കെ പറഞ്ഞ് അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണാം. ഞങ്ങൾക്ക് ഡെയിലി ഇത് തന്നെയായിരുന്നു, മറ്റേ കുരുമുളകൊക്കെ ഇട്ട് എണ്ണ കാച്ചി അത് തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇതൊന്ന് ഇനിയും ട്രൈ ചെയ്യാത്തൊരു, ഇപ്പോൾ പലരും ഇപ്പം പല ഷോപ്പുകളിലൊക്കെ പോയി മുടിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ അവർക്ക് എണ്ണയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ എണ്ണ തേച്ച് കുളിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അറിയുന്നത് അത് നമ്മൾ പരീക്ഷിച്ച് നോക്കുമ്പം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ആ എണ്ണ തേച്ച് കുളിയുടെ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിനേക്കാൾ ഉപരി കുറേ ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് മെഡിസിൻസ് ഒക്കെ നമുക്ക് കഴിക്കാനുണ്ട്. അപ്പം അതെല്ലാം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് കുളിച്ചിട്ടൊക്കെ വരണം. അപ്പോൾ ഞങ്ങളൊന്ന് കുളിച്ചിട്ട് വരാം. ബാ, എണ്ണ എവിടെ വെച്ചു? പതുക്കെ എണീറ്റാൽ മതി, ധൃതി വേണ്ട. ആ, ഞങ്ങളിത് കുളിയൊക്കെ കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നീ എന്താ മുടി ശരിക്കും തോർത്തിയില്ലേ? ഞാൻ തോർത്തിക്കോളാം. നിൽക്ക് ഇത് തലയിലെ വെള്ളം ഇതുവരെ പോയിട്ടില്ല.
നല്ല രസമല്ലേ, സ്വർഗമൊക്കെ കാണുന്നില്ലേ തലയിട്ടളക്കം. എല്ലാം രണ്ടായിട്ട് കാണുന്നു. അതാണ് അതാണ് രാസ്നാദിപ്പൊടി റെഡി. അപ്പം അതെങ്ങനെയാ ടിങ് ടിങ്. ഇതൊക്കെ ഭയങ്കര ടിപ്സ് ആട്ടോ. അതെന്നാന്നറിയോ, കറക്റ്റ് നെറുകന്തലയിലാണ് രാസ്നാദിപ്പൊടി. പിടിക്കാനുള്ള അളവെടുക്കാനാണ്. അതാണ് അത് എല്ലാവരുടെയും പറഞ്ഞു വെച്ചാൽ മൂക്കിന് ഇവിടുന്ന് നമ്മുടെ ഇടത് കൈ, അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരുന്ന സ്ഥലത്താണ് നമ്മുടെ കറക്റ്റ് ഉച്ചി എന്നാണ് പറയുക. അപ്പോൾ അതായത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ഉച്ചി. ഇതൊക്കെ നാട്ടിൻപുറത്തുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണേ. ഫ്രീ ടിപ്സ്. അതെ, ഫ്രീ ടിപ്സാണ്. അങ്ങനെ ഇനി ഉച്ചി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യണ്ട. അതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ടിപ്സുകളാണ്. കുളിയൊക്കെ കഴിഞ്ഞത് കുറച്ച് മതിയോ? പൊട്ടൊക്കെ തൊട്ട് അത് പിന്നെ ഉള്ളതാണല്ലോ സ്ഥിരം. നല്ല എന്തായി അല്ല, ഒന്നും ആയില്ല. മിറർ നോക്കും. എൻ്റെ മോനൊന്നുമില്ല. ഇതാ കുറച്ച് മതി. മൊത്തത്തിലൊന്ന് ഇത് കുളിപ്പിച്ച്, ഇതൊക്കെ ഒരു ട്രയലല്ലേ അമ്മോ. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിനെ ഈ കോലത്തിലാക്കാനാണ് ഞാൻ കൈ തരില്ല. ഏതാണ്ട് കോലം എന്താന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ അതെ വീട്ടിലൊക്കെ നിന്നാലും ഞാൻ ഇടാം. മാറ്റി കുത്തരുത്. ഇതൊക്കെ എന്താ പറയാ, എന്നിപ്പോ കൊല്ലൂ. എന്നാ ഇത് നീ ഇട്ടോ, നിനക്കൊരു അവസരം തന്നില്ല എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇടാതെയും പാടില്ല. എല്ലാം സെറ്റായിട്ടുണ്ട്. അതിപ്പം ചന്ദനം ഭസ്മാകുമ്പോൾ ഇടുന്ന സമയത്ത് കുറച്ച് മുഖത്തൊക്കെ വീഴുന്നത് സ്വാഭാവികം. കുറച്ചോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. മിറർ നോക്കട്ടെ, അപ്പൊ അറിയാം എവിടെയൊക്കെ ചോന്നിരിക്കുന്നുണ്ടെന്ന്. അതെ, മിറർ നോക്കാൻ സമയമില്ല. നീ വാ, നമുക്കേ ഭക്ഷണം കഴിക്കണം. കണ്ണാടിയൊക്കെ പിന്നെ നോക്കാം. വിശക്കുന്നുണ്ടല്ലേ? നന്നായിട്ട് വിശക്കുന്നുണ്ട്. എടുക്കട്ടെ, ഫുഡ് എടുക്കട്ടെ. പക്ഷെ അതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ടല്ലോ, സുഖപ്രസവം. ഇതുവരെ തീർന്നില്ലേ? അതെങ്ങനെ തീരുക? നീ കഴിച്ച സംഭവം തീരും. അവർക്ക് നല്ലതിനല്ലേ. കളർ കണ്ടിട്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. നീ കഴിക്കുക. ഇത് ആക്ച്വലി നമ്മുടെ ഇതൊരു ആയുർവേദിക് മെഡിസിനാണ്, സുഖപ്രസവഘൃതം എന്നാണ് പറയുന്നത്. അത് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് നോർമലി ഇത് കഴിക്കുക. പിന്നെ എല്ലാം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. ഇപ്പം അതിനൊരു പോസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിസിൻ കഴിക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം ഫുഡ് എടുത്തിട്ട് വരാം. എടി, ആ തവിയും സ്പൂണും ഒക്കെ എവിടെ ഇരിക്കുന്നത്? അതൊക്കെ കബോർഡിലുണ്ട്. വല്ലപ്പോഴെങ്കിലും അടുക്കള പരിസരത്തേക്ക് ഒന്ന് പോ, വിശന്നിട്ട് വയ്യ. നീ ഒന്ന് വെയിറ്റ് ചെയ്ത് സാധനം എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഞാനിങ്ങനെ തപ്പിയെടുക്കാൻ ഒറ്റ മിനിറ്റ്. ഇതിന് മേലെ ഞാൻ അവിടെ ഒന്ന് എടുക്കുന്നത്. എന്തായാലും വയറ് നിറച്ച് കഴിപ്പിക്കാനായി ഉണ്ണിയേട്ടൻ സ്പെഷ്യൽ ഡിഷൊക്കെ റെഡിയാണ്. കഴിക്കും. ഇതെങ്ങനെയുണ്ടെന്നുള്ളത് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ പോലെ. കഴിച്ച് നോക്കിയിട്ട് പറയാം. കറി എവിടെ? അയ്യോ, വെയിറ്റ് ചെയ്യും. കറിയില്ല എന്നുള്ളൊരു പേര് വേണ്ട, വെറുതെ എടുത്തിത്തവി. കഴിക്കും. അതാണ് സ്പെഷ്യൽ സാമ്പാർ. സാമ്പാറായിരുന്നല്ലേ ഇത്? യെസ്. എന്ത് തോന്നി കണ്ടിട്ട്? അല്ല, എല്ലാ പച്ചക്കറിയും കൂടി പുഴിഞ്ഞ വെച്ച പോലെ ഇരിക്കുന്നു. വെച്ച് നീ മറന്നുപോയോ സാമ്പാറാന്ന്? മതി 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 മതി. കഴിക്ക്. ഈ സമയത്തെ വയറ് നിറച്ച് കഴിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ്. മതി. ഞാനിത് സ്നേഹം കൊണ്ട് വിളമ്പി തരില്ല. ഞാനിത് കഴിച്ചില്ലെങ്കിലോ ഉണ്ണിയേട്ടൻ എന്ന് വിചാരിച്ച് വിളമ്പി തരുന്നത്. ഞാൻ കഴിക്കും, നീ കഴിക്കും. ഫസ്റ്റ് ഞാൻ കുറ്റം പറഞ്ഞ സാമ്പാറിനെ നോക്കാം. എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. നമ്മൾ ഈ വലിയ ക്രെഡിറ്റിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളാണ്. നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാം. ഞാനുണ്ടാക്കുന്ന അത്രയൊന്നും പോരാ. വീട്ടിലേ എൻ്റെ വീട്ടിൽ ദോശയ്ക്ക് അത്യാവശ്യം നല്ല കട്ടി വേണം. എനിക്കാണെങ്കിൽ ചില സമയത്ത് തട്ടിൽക്കുട്ടി ദോശ എന്ന് പറയുന്ന ഐറ്റമാണ് അവിടെ. തൃശ്ശൂർ തട്ടിൽക്കുട്ടി ദോശ എന്ന് പറയും. നമ്മുടെ അവിടെ അത്യാവശ്യം ദോശയ്ക്ക് കട്ടിയുണ്ടാവും. അപ്പം ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കഴിക്കുമ്പം ഇടയ്ക്കൊരു ആഗ്രഹം തോന്നും, കുറച്ചൊന്ന് നല്ല വട്ടത്തിൽ നല്ല സോഫ്റ്റായിട്ടൊരു ദോശ കഴിക്കാൻ തോന്നും. പക്ഷെ എന്നാലും കൂടുതലും ഞാൻ കഴിക്കുക നമ്മുടെ കട്ടിയിലുള്ള ദോശ. അപ്പോൾ അത് പല ടൈമിലും അതിങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും
ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു ദോശയാണോ? ഹോട്ടൽസിലൊക്കെ കൂടുതൽ അവൈലബിൾ ആണ്. നമ്മൾ വീട്ടിലങ്ങനെ എല്ലാവരും വെക്കുമെന്ന് അറിയില്ല. ഇവിടെയൊക്കെ നൈസായിട്ടുള്ള ദോശയാണ് വെക്കുക. കൂടുതലും എന്താ പറയുക, പുറത്തുനിന്നുള്ള ഫുഡിനേക്കാളിലും ഏറ്റവും ടേസ്റ്റ് വീട്ടിലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ലൊക്കേഷനിലൊക്കെ പോയി മൊത്തം എന്താ പറയുക, പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ച് ഇപ്പം എല്ലാം കഴിക്കുമെന്നൊരവസ്ഥയൊക്കെ എത്തി. ചേട്ടാ വരുവാ. നീ ഏതോ മരുന്ന് തപ്പി പിടിച്ച് കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോളൂ. നീ എന്താ ഇവിടെ നീ പെറുപിറുക്കുന്നത്? ഒന്നുമില്ല. ഇതുകൂടെ കഴിഞ്ഞ് നമ്മുടെ വെന്ത വെളിച്ചെണ്ണയാണ്. ഉണ്ണേട്ടാ ഫുഡ് കഴിച്ചേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ കഴിക്കേണ്ട മരുന്ന് പിന്നെ രാത്രി കഴിച്ചാൽ മതിയോ? ഇത് കുറച്ച് കഴിഞ്ഞ് കഴിച്ചാലും പോരല്ലോ. 10 ml കറക്റ്റ്. നീ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര എണ്ണ തന്നാ പോരെന്ന്. എണ്ണ കഴിച്ചാൽ പോരാ. ഇത് മരുന്ന് കഴിക്കാൻ പറഞ്ഞത് ഡോക്ടറാണ്. ഇത് കഴിക്കുക. കണ്ണടച്ചും കുടിച്ചു. ഡെയിലി രാവിലെയും വൈകിട്ടും 10 ml കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെന്ത വെളിച്ചെണ്ണ. അത് കുറച്ചധികം ഉപകാരങ്ങളുള്ള ഒരു മെഡിസിനാണ്. നമ്മുടെ എന്താ പറയുക, സ്കിന്നിനും പിന്നെ ഗർഭിണികൾക്കുമെല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് വെന്ത വെളിച്ചെണ്ണ. സാധാരണ എല്ലാവരും കേട്ട് കാണും അത് പുറത്ത് തേക്കുന്ന കാര്യം മാത്രമായിരിക്കും, കഴിക്കുന്ന കാര്യം അങ്ങനെ അധികം കേട്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ഒരു ഇത് ചില നാടുകളിൽ ഇത് ഉരുക്ക് വെളിച്ചെണ്ണ എന്നും കൂടെ അറിയപ്പെടും കേട്ടോ. കൂടുതലും വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നുള്ള രീതിയിൽ ഇത് അറിയപ്പെടുന്നത്. ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ്, മുടിക്ക് നല്ലതാണ്, കുഞ്ഞുവാവയ്ക്ക് നല്ലതാണ്, കുഞ്ഞുവാവയെ പുറത്തിറങ്ങിയിട്ട് കുളിപ്പിക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ എന്ത് മരുന്ന് അടുത്തെടുക്കണ്ടേ? തീരുമ്പോ മരുന്ന് ഞാനത് കുപ്പിന്ന് പോകുമോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്തല്ലേ മരുന്ന് കഴിക്കാൻ പറ്റും. വെളിച്ചെണ്ണ കഴിക്കാൻ കുഴപ്പമില്ല, ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള കഴിക്കലാണ് പ്രശ്നം. അത്യാവശ്യം രാവിലെ കഴിക്കേണ്ട മരുന്നുകളെല്ലാം തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, നമുക്ക് TV ഒക്കെ കണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ണാനുള്ള ടൈമാവും. അത് വൈകിട്ട്. അപ്പോൾ ഒരു കാര്യം, നമുക്ക് വൈകിട്ട് നടക്കാൻ പോവാം. അപ്പോൾ ഏതായാലും നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർ. ഈവനിങ് വാക്ക് അടിപൊളി. ഞാൻ എന്തായാലും ചെന്ന് അടുത്ത് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. അടുത്ത മരുന്ന് തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കണ്ട. അല്ല, മരുന്നുണ്ടല്ലോ. ഈ ലേഹ്യങ്ങളെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് പുറത്തു പോയിരിക്കാം. കിട്ടില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാലിങ്ങനെ താത്തിട്ടാൽ നീര് വരില്ലേ? എനിക്ക് കാല് പൊക്കി വയ്ക്കാൻ വയ്യാന്നേ. നീ ഒരു കാര്യം ചെയ്യുന്ന വെച്ചാൽ ഫുൾ ടൈം ഇങ്ങനെ ഇടയ്ക്ക് എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ഒക്കെ നല്ലതാണ്. അത് ഞാൻ ചോദിക്കട്ടെ, കാലിന് ഈ നീര് മാറാൻ ഏറ്റവും ബെസ്റ്റ് സാധനം കാല് പൊക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഒരു സുഖമല്ലേ ഇരിക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണീക്കണ്ടേ, അതുകൊണ്ടൊരു ബുദ്ധിമുട്ട്, മടി. സമ്മതിച്ചല്ലോ. അല്ല, ബെറ്റർ എനിക്ക് തോന്നുന്നു കാലൊക്കെ കയറ്റി വെക്കുന്നത്. വേണമെങ്കിൽ ഞാൻ മസാജ് ചെയ്ത് തരാം. ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ചെയ്യാനാ, ബുദ്ധിമുട്ടൊക്കെ സഹിച്ചല്ലേ പറ്റൂ. പിന്നെന്താ, ഞാൻ തരുമല്ലോ. ചോദിച്ചാ പോരായിരുന്നോ? അയ്യോ, ഇത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഞാനാ ഉത്തരം. ഞാനെന്താ കുപ്പി നിറങ്ങി വന്ന ഭൂതാണ്? അല്ല, കിടിലം പടം. എൻ്റെ അമ്മ ഒരു കോമഡി കേട്ട് ഇല്ലില്ല. ഈ ടൈമിലേ നമുക്ക് കാലിനൊക്കെ അധികം നീര് വരാൻ സാധ്യതയുള്ള ഒരു ടൈമാണ്. ഏകദേശം ഒരു 5 മാസത്തിന് ശേഷമൊക്കെ അത് പല അവസാന ട്രിമിസ്റ്റർ ഒക്കെ വന്നറിയാമല്ലോ. ഇപ്പോൾ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് നീര് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഇതിന് ബെസ്റ്റ് ഒരു റെമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടറിവ് സംഭവങ്ങളൊക്കെയാണ്. ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വയ്ക്കുക, കാലിങ്ങനെ ചെറു ചൂടുവെള്ളത്തിൽ. നിങ്ങൾക്ക് കാലിന് പറ്റുന്ന ചൂടിൽ വേണം. അപ്പോൾ പിന്നെ വേറൊരു സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ മുരിങ്ങയിലയില്ലേ, മുരിങ്ങയില വെള്ളമിട്ട് തിളപ്പിച്ചിട്ട് ഉപ്പും കല്ലുപ്പൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് അതിൽ കാല് മുക്കി വെക്കുന്നതും ആ ഇല വാടിയത് കാലിലിടുന്നതും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാന്ന് കേട്ടിട്ടുണ്ട്. കാലിൻ്റെ മസാജ് ചെയ്യിപ്പിക്കുക. കേട്ടല്ലേ? എന്താ പറയാനാ അല്ലേ? അല്ല, അതാണ് ഏറ്റവും നല്ല മരുന്ന്, മസാജ്. കൈ തൊട്ടാ നീര് പോകണം. അതെ. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ആ നീരങ്ങോട്ട് ഉടച്ചു വിടണം. നേരത്തെ നീ ഒരു പാട്ടൊക്കെ പാടി നീ പകുതിക്ക് നിർത്തിയായിരുന്നു. ഞാനല്ല പാട്ട് പാടി, ഞാൻ പറഞ്ഞു മുന്നേറ്റം പാടി. അപ്പം അത് മുഴുവനായിട്ട് എന്താ ഓർമ്മിപ്പിച്ചത്? മുഴുവനായിട്ട് പാടി തന്നെ. അയ്യോ, ഞാനല്ല, നീയാ പാടിയത്. നീയല്ല, ഞാനാ പാടിയത്. ശരി, ഏത് പാട്ട് വേണം? ഓലത്തുമ്പത്ത്. അത് വിട്ടില്ലല്ലേ? ഞാൻ പാടി. എന്നാ വേണ്ട, ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാടും. എനിക്കിഷ്ടമുള്ള പാട്ടെന്ന് പറയുമ്പം ചെറിയ ഏതെങ്കിലും ഹരിമുരളീരവമോ എൻ്റെ പൊന്നോ മതി. കേൾക്കട്ടെ, സ്വരമാധുര്യം. സ്വരരാഗ ഗംഗ പ്രവാഹമേ പാടിയാലോ. ആള് കോളേജിൽ പാടി ഹിറ്റാക്കിയ പാട്ടാണേ.
അത് പണ്ട് കുറേ പേരൊക്കെ തള്ളിയതാണ്. അമലഗിരിയിൽ പഠിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യൂട്യൂബിൽ താഴെ വന്ന് കമന്റ് ചെയ്യേണ്ടതാണ്. പാട്ട് കേട്ടത് പിള്ളേരെ നിങ്ങൾ പാട്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇവിടെ തള്ളി ഇപ്പം മറിച്ചിട്ട്. എവിടെ തുടങ്ങുന്നത്? പാട്. സ്വരരാഗ ഗംഗ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹഭിക്ഷയ്ക്കായി നീ നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. സ്വരരാഗ ഗംഗ പ്രവാഹമേ. പോരെ? അഭിപ്രായസ്ഥ പാടും ഞാൻ തന്നെ കൊണ്ടുപോകും. ഇനിയുണ്ടോ? പക്ഷെ ഇനി പാടിക്കഴിഞ്ഞാൽ നീ കുഞ്ഞെന്നെ എടുത്തിട്ടിരിക്കും. കുഞ്ഞ് അച്ഛന്റെ പാട്ട് അത്ര എൻജോയ് ചെയ്യുന്നുണ്ട്. ആണോ? അതിന്റെ റിയാക്ഷൻ ഒക്കെ എനിക്ക് അടുത്ത വരി ഞാൻ മറന്നു, അല്ലേ അധികം പാടായിരുന്നു. അത് വേണ്ട, നിങ്ങൾ പുറത്തിറങ്ങി വേണ്ടല്ലേ? അടുത്ത വരി അല്ലെങ്കിലും പണ്ട് കോളേജ് പഠിപ്പോൾ പ്രശ്നമായതാണ്, ഞാൻ ഇന്നും ഓർക്കുന്നു. താങ്ക് യു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോളേജ് മെമ്മറീസിലേക്ക് കൊണ്ടുപോയതിൽ ഒരുപാട് താങ്ക്സ്. BK കോളേജിൽ ഒരിക്കൽ പാടേണ്ടി വന്നൊരു പാട്ടാണിത്. അപ്പം എന്താ പറയുക, ആ ഒരു മെമ്മറിയിലേക്ക് പെട്ടെന്ന് പോയി. അപ്പോൾ എന്താ പറയുക, എൻ്റെ കൂടെ പഠിച്ചവർക്കറിയാം അന്നത്തെ അവസ്ഥകൾ എന്താണെന്ന്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ആരെയും ഓർമ്മിപ്പിക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും അവന്മാർ എനിക്കിട്ട് പടി തരും. നമ്മുടെ സ്വന്തം BK ബോയ്സ് ആൻഡ് BK ഗേൾസ്. എന്താണ് ചിരിച്ചോ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതെന്തൊക്കെയാ? ഇത് കരിക്കും വെള്ളം, ഇത് സ്ട്രോബെറി, പിന്നെ ഇതൊക്കെ അതെനിക്ക് വേണ്ട. അയ്യോ, അത് ഡെയിലി 10 എണ്ണം കഴിക്കാൻ പറഞ്ഞിരിക്കുക ഡോക്ടർ. നമ്മുടെ സ്ട്രോബെറി സംഭവമാണ്. ആള് സത്യം പറഞ്ഞ എൻ്റെ അടുത്ത്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 3-ാം മാസം 4-ാം മാസം പറഞ്ഞ സംഭവമാണ്. പക്ഷെ അന്നിത് സീസൺ അല്ല. അപ്പം അതിന് പകരം നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്കൊരു മാളിൽ നിന്ന് മേടിക്കാൻ കിട്ടിയാണ്. അപ്പം സ്ട്രോബെറി കഴിക്കുക, ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കരിക്കിന്റെ ഗുണം കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. തീർച്ചയായും ഈ കരിക്ക് വെള്ളം കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികളിൽ അവർക്ക് ഒരുപാട് പഠനങ്ങൾ പറയുന്നതനുസരിച്ച് അമ്നിയോട്ടിക് ഫ്ലൂയിഡൊക്കെ കുറച്ച് കൂടാൻ സഹായകരമാകും. പിന്നെ എന്താ പറയുക, കുറച്ച് റിഫ്രഷ്മെൻറ്റ്, ചിരിച്ച് ആദ്യമായിട്ട് കരഞ്ഞിട്ട് എന്താ പറയുക, കരച്ച സീൻ വന്നിട്ട് കണ്ണീരൊക്കെ വന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ചിരിച്ച് കരഞ്ഞിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞതൊന്നും മറ്റൊന്നുമല്ല, കരിക്ക് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് എന്താ പറയുക, ഹെൽത്തിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല കുഞ്ഞുവാവയ്ക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം റിച്ച് പ്രോട്ടീനും കാര്യങ്ങളും എല്ലാം തന്നെ. പ്രത്യേകിച്ച് അവസാന മാസങ്ങളിൽ കരിക്ക് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ ഫുഡ്. അത് മാത്രമേ ഞാൻ പറഞ്ഞില്ലേ, ഡേറ്റ്സ് ഇതേപോലെ തന്നെ ഇപ്പം ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർക്ക് മറ്റേ രക്തം ഉണ്ടാവാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. എല്ലാം കൂടെ ഇപ്പോൾ വേണ്ടെന്നേ. ഇല്ല, എല്ലാം കൂടെ ഇപ്പോഴല്ല. എന്താ പറയുക, നമുക്ക് കഴിക്കാൻ പറ്റുന്ന അനുസരിച്ച് ഏകദേശം ഒരു 5-6 എണ്ണമൊക്കെ ഡെയിലി കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പം നിർബന്ധിച്ച് കഴിപ്പിച്ചില്ലെങ്കിൽ കഴിക്കും. ഡേറ്റ്സ് പണ്ട് എനിക്കത്ര, പക്ഷേ എന്താ പറയുക, ഹെൽത്തിന് ഹീമോഗ്ലോബിനൊക്കെ കുറവാണ്. അപ്പം നമ്മളത് മാക്സിമം ഹീമോഗ്ലോബിൻ കൂട്ടാനൊക്കെ ഉള്ള ശ്രമത്തിലാണ്. അതെ, എന്തെങ്കിലും മറന്നോ ഒന്ന്? ഇല്ല, ദേവി ഭാഗവതം വായിച്ചൊന്നുമില്ല. മറന്നു. ഞാനിപ്പോൾ വരാം. നീ അതും കുടിക്കുക, വേഗം കുടിക്കും. ഞാൻ കുറ്റോളാം. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ വരാം. ദേവി ഭാഗവതം റെഡി. ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ദേവി, ലോകം അതിനുള്ളൊരു കാരണം നീ താനെന്നു വേദം അതുമൂലം അറിഞ്ഞു ഞാനും. ഈ വിഷ്ണുവാണ് അഖില ലോക വിവേകകർത്താവാണ്ടിന്നു നിദ്രയവനും ജഗദംബ നിന്നാൽ ആരിന്നറിഞ്ഞു തവമോഹ വിലാസമമ്മേ. ഞാൻ മൂട നീ ഹരീതാ പരതന്ത്രനിപ്പോൾ പിന്നൂരുവാൻ അഖില ലോക മനോനിവാസി പിന്നൂരിൽ യോഗനറിവാൻ ഗുണമറ്റ നിന്നേ. അപ്പോൾ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ സമയമായി. എനിക്ക് തോന്നുന്നു ഏകദേശം നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഞങ്ങളെന്നല്ല, ആള് പ്യൂർ വെജിറ്റേറിയനാണ്.
ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ നോൺ വെജ് ഒക്കെ കഴിച്ച് അങ്ങനെ എന്താ പറയുക ഓർഡർ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ ഒന്നില്ലെങ്കിൽ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഞാനിങ്ങനെ നോൺ വെജ് കഴിക്കാറുള്ളൂ. വീട്ടിൽ കൂടുതലും വെജിറ്റേറിയൻ തന്നെയാണ്. അപ്പോൾ ഇന്നെന്താ പറയുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ നോർമൽ ഫുഡ് എന്ന് പറയുന്ന സംഭവം. അതായത് തനി നാടൻ ഫുഡുകളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക. രസം, മറ്റേ എന്താ പറയുക അതെന്താ നമ്മുടെ ഇവിടെ ഇവിടെ കായുപ്പേരി എന്നൊക്കെ പറയും. കാ കൊണ്ടുള്ള ഉപ്പേരി, കാമെഴുക്ക് പുരട്ടി, അങ്ങനെ എന്തൊക്കെയാണ് അതിനെ പറയുന്നത്. കാമെഴുക്ക് പുരട്ടി സംഭവം, അച്ചാറ്, തൈര് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. എനിക്ക് സാമ്പാർ തൈര്, രസം തൈര്, പിന്നെ എന്തിൻ്റെ കൂടെയൊക്കെ എല്ലാത്തിൻ്റെ കൂടെ തൈര് ബെസ്റ്റാണ്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് മുളക്, തൈര്. പപ്പടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, തൈരും പപ്പടവും മുളകും ഉണ്ടെങ്കിൽ ഞാൻ പക്ക ഹാപ്പിയാണ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ രസം ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങളുടെ അവിടെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് എന്തൊക്കെയോ വെറൈറ്റീസ് ഇതിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പ്രഗ്നൻറ്റും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എന്താ പറയുക നമ്മുടെ മെഡിസിനൽ സംഭവങ്ങളെല്ലാം തന്നെ രസത്തിലുണ്ട്. നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രസം കഴിച്ചാൽ ബെസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക അത്യാവശ്യം നല്ല റിച്ച് എന്താ പറയുക പ്രോട്ടീൻ അല്ലെങ്കിൽ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള സംഭവങ്ങൾ തന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് തന്നെയാണ് കേട്ടോ അതിൽ മെയിൻ ഘടകങ്ങൾ എന്ന് പറയുന്നത്. വെളുത്തുള്ളി, തക്കാളി, പരിപ്പ് ഇവിടെ ഇടാത്തൊരു പ്രത്യേകതയാണ് പരിപ്പ് ജീരകമൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ഉണ്ടാക്കിയാലോന്ന് ചോദിക്കുകയായിരിക്കില്ലേ പെട്ടെന്ന്. അതെ, പരിപ്പും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഏതായാലും നല്ല വിശപ്പുണ്ട്. നമുക്ക് വിശപ്പ് തുടങ്ങിയിട്ടില്ലേ? വിശക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഫുഡ് കഴിക്കാം. അപ്പോൾ അമ്മ വരുന്ന നോക്കി. ഏതായാലും എൻ്റെ ഫേവറേറ്റ് പപ്പടം ഞാൻ ഏതായാലും അച്ചാർ നിനക്ക് ആദ്യം വിളമ്പിത്തരാം. അതാ അമ്മ വന്നു. ചോറ് റെഡി. നമ്മുടെ ഇവിടുത്തെ രസം എങ്ങനെയാണ് ഉണ്ടാക്കുക? എന്തൊക്കെയാ ചേർക്കുക? പരിപ്പ് ജീരകം പൊടിക്കും, പിന്നെ തക്കാളി മുറുക്കി വയ്ക്കും, പുളി വയ്ക്കും, പൊടി പിന്നെ കായം, കുരുമുളക് പൊടി, പിന്നെ ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടി മിക്സ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വറുത്തിടും. ഉപ്പ് പാകത്തിനിടും. നമ്മൾ രസത്തിൻ്റെ പൊടിയൊന്നുമല്ല ഉപയോഗിക്കുക, എല്ലാ പൊടിയും സെപ്പറേറ്റ് തന്നെ ചേർത്ത് ഇടും. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കത് ഇവിടുത്തെ രസം ഭയങ്കര ഇഷ്ടമാണ്. തൈര് കോമ്പിനേഷൻ എനിക്ക് അങ്ങനത്തെ കോമ്പിനേഷൻ ഞാനൊക്കെ തനിച്ച് ടേസ്റ്റ് ചെയ്യുള്ളൂ. വെളുത്തുള്ളി ചതച്ചിടും. ഇത് വെറുതെ കുടിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഞാൻ എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം എടുത്തു. എൻ്റെ സ്വന്തം മുളകാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് എന്തിൻ്റെ കൂടെയും എനിക്ക് തൈര് മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ്. മുളക് വെച്ചു, തൈരെടുത്തു. അമ്മ തൈര് വേണോ? അപ്പോഴെടുത്തു. ഈ തൈരും കൂട്ടിയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, പുളിയ. അടിപൊളി. കഴിക്കും. അങ്ങനെ ഉച്ചയ്ക്കത്തെ ടാബ്ലറ്റിലേക്ക് വരികയാണ്. അപ്പം എങ്ങനെ കാണുന്നവർക്ക് തോന്നുന്നുണ്ടാവും ഇത് ഫുൾ ടൈം ഇവിടെ മരുന്നിലാണോ ജീവിക്കുന്നത്? നല്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഡെലിവറി ടൈം ആയതുകൊണ്ടാണ് ഇത്രയും ടാബ്ലറ്റ്. ഈ അയൺ കാൽസ്യം ഗുളികകൾ ഒരുപാട് രാവിലെയും വൈകിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെയാണ് നിൽക്കുന്നത്. അതെല്ലാം ആക്ച്വലി ഡെലിവറിക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള മെഡിസിൻസ് തന്നെയാണ് നമ്മുടെ അയൺ കാൽസ്യം ഗുളികകളെല്ലാം തന്നെ കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഉറക്കം മൂഡിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ പറയുക, ഈ ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസിയുടെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ക്ഷീണവും ഉറക്കവും ഒക്കെ പതിവാണ്. രാത്രി ഉറക്കം കുറവാണ്. അപ്പം ഞങ്ങൾ അധികം കത്തി വെക്കുന്നില്ല. ഇപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങി എനിക്കിപ്പോൾ അതൊരു ഡെയിലി ശീലത്തിൻ്റെ ഭാഗമായി. വർക്ക് ഉണങ്ങി കഴിഞ്ഞ് ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഒന്ന് ഉറങ്ങിയിട്ട് വരാം. അപ്പോൾ എന്താ പറയുക, ഗുഡ് നൈറ്റ്. ആഹാ, എണീറ്റ് ഇതാ നല്ല കിഡിലെ സ്നാക്സ് ഒക്കെ ഉണ്ട്. ബാ എന്താ എനിക്ക് കഴിക്കാണ്ടിരിക്കരുത്. ബാ
ഇതൊക്കെ കഴിച്ച് ദഹിക്കുന്നതിന് മുമ്പ് നമുക്ക് നടക്കാൻ പോകണ്ടേ. ഒന്നും ശരുത്ത് പിടിക്കരുത്. ബാ, വേഗം കഴിക്കുക. ഇതെല്ലാം കഴിച്ചിട്ട് അത് ചായ ഉണ്ട്, ഉഴുന്നോടെയുണ്ട്, അച്ചപ്പമുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ ഉഴുന്നോട? യുവർ ഫേവറേറ്റ്? ഇനി ഉറങ്ങണ്ട. ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഏകദേശം അത്യാവശ്യം നല്ല കുറച്ച് സമയം നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. സമയം നോക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇനി ഉറങ്ങണ്ട. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് പതുക്കെ നടക്കാൻ പോകണം. അടിപൊളി. നീ ഞാൻ കഴിച്ചു. നീ തരുന്നതല്ലേ. ഇത് മൊത്തം ആര് കഴിച്ചു തീർക്കും? നടന്ന് വന്നിട്ട് കഴിക്കാം. നടന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒത്തിരി നടന്നാൽ ഒത്തിരി കഴിച്ചാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ഥിരം കേൾക്കുന്ന ഡയലോഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. വൈകിട്ടത്തെ കട്ടൻ ചായയും നടപ്പും. കുറച്ച് ഇവിടെ എനിക്ക് ഈ ഒരു ഏരിയയിൽ നല്ല മഴയൊക്കെയുള്ള സ്ഥലമാണ് ഈ സമയത്തൊക്കെ അല്ലേ. മഴയ്ക്കൊക്കെ മുമ്പ് നമുക്ക് മഴയ്ക്ക് മുമ്പ് പോയിട്ട് വരണം. നമ്മൾ നടന്നുമില്ല, സൂര്യപ്രകാശം കൊണ്ടില്ല. രാവിലെ മഴയുടെ സംഭവം കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊന്ന് ഇന്നിപ്പം അത്യാവശ്യം ക്ലൈമറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്കെങ്ങനെ നടക്കാൻ പോയാലോ? ഞങ്ങൾ പതുക്കെ ഈവനിങ് വാക്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്താ പറയുക, മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും നടക്കണം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ മെയിൻ എക്സസൈസ് എന്ന് പറയാനായിട്ട് ആകെ ചെയ്യുന്നത്. പിന്നെ നേരത്തെയൊക്കെ സ്റ്റെപ്പ് കയറി ഇറങ്ങുമായിരുന്നു അല്ലേ, ജസ്റ്റ് സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുമായിരുന്നു. ഇപ്പം പിന്നെ നടത്തം മാത്രമേ ഉള്ളൂ. നല്ല റിലാക്സേഷനാണ് നമ്മുടെ നാട്ടുവഴികളിലൂടെയൊക്കെ നടന്ന്. അപ്പം നമ്മുടെ വഴിയിലൂടെ നമുക്കൊന്ന് പോവാം. കാരണം ഇത് കുറച്ചുകൂടെ ഭയങ്കര സൈലൻ്റ്, അധികം വണ്ടിയൊന്നും വരാത്തൊരു ഏരിയയാണ്. അപ്പോൾ ആ വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്ന് കഥകളൊക്കെ പറഞ്ഞായിരിക്കും നമ്മളിങ്ങനെ നടക്കുക. ഇടയ്ക്ക് ആൾ പാട്ടൊക്കെ പാടും. ഇവിടുത്തെ ഏറ്റവും വലിയ മനോഹരതയ്ക്ക് പുറകിൽ വേറെ കുറച്ച് സംഭവങ്ങൾ ഇതാ നോക്കി കാണാം. നല്ല കണ്ണത്താ ദൂരത്തോളം എന്നൊക്കെ പറയുന്നത് കുറച്ചധികമാണ്. ഇവിടെ നല്ല ഇവിടെ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസത്തിനൊക്കെ വന്ന സമയത്ത് ഇത് പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് സ്മാരകങ്ങളൊക്കെ അവിടെ. ഇപ്പോൾ അത് ഫുൾ വെള്ളമൊക്കെ കയറി സെറ്റായിട്ട്. കോവിഡ് ടൈമൊക്കെ വന്നതോട് കൂടിയിട്ട് ലോക്ക്ഡൗൺ ഒക്കെ വന്നു. അത് കഴിഞ്ഞ് നോക്കി വെള്ളം മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെയായി. അപ്പം പിന്നെ ഇതങ്ങനെ. നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ കല്യാണത്തിന് ശേഷം നിങ്ങളുടെ നാടുണ്ടല്ലോ മുളയത്ത്, മറ്റേ ആ പാടത്തിലൂടെ ഒക്കെ നടന്ന് ഓർക്കുന്നുണ്ട്. അവിടെ ഒരു കാവൊക്കെ ചീരക്കാവൊക്കെ ഉണ്ട്. അന്ന് ആ സമയത്ത് ടിക്ടോക്കൊക്കെ ഇറങ്ങിയിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന പാടമാണ്. ഞങ്ങൾ ആ ടൈമിൽ അവിടെ എന്താ പറയുക, കുറേ ടിക്ടോക്ക് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ നടപ്പ് അങ്ങോട്ടായിരുന്നു വൈകിട്ടൊക്കെ. ഭയങ്കര ഫോട്ടോഷൂട്ട്. അതെ, ഞങ്ങളുടെ ചെറിയ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഓസ്കറിൻ്റെ വീട്ടിലെ പറമ്പ്. അത് ബ്രൗണി എന്നടാ ശിഖാണോ? കിടന്ന് പാളം വെക്കുന്നത് ഞങ്ങളല്ലേ? കണ്ടിട്ടാണോ? നിങ്ങൾ പോയിട്ട് വരാം, ടാറ്റാ. മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ ഇനിയും നടക്കാൻ വരുമ്പം അപ്പം നമ്മുടെ കയ്യിൽ കുഞ്ഞാവയൊക്കെ കാണാം. കുഞ്ഞാവ അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ആപ്പിൾ ഉണ്ടാവും, കുഞ്ഞാവ ഉണ്ടാവും, നമ്മളുണ്ടാവും. പോവാണോ നിനക്ക്? എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹം, മറ്റൊന്നല്ല, ഒരു നല്ലൊരു പാട്ടോടുകൂടി നമുക്കിങ്ങ് പോവാം. ഞാൻ ഓൾറെഡി ഇന്ന് ഒരു ദിവസം ഒരു പാട്ടേ പാടാവുള്ളൂ എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നീ പാടി നമ്മളങ്ങനെ തെന്നാതെ വേണം ഞാനിപ്പോൾ വേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് തെന്നലൊക്കെ കഴിഞ്ഞിട്ട് തെന്നലേ താഴെ വരൂ എന്നുള്ള പാട്ടല്ല, നല്ലൊരു പാട്ടൊക്കെ പാടി. പൂ പറിച്ച് തന്നത് കൊണ്ട് വേണമെങ്കിൽ പരിഗണിക്കാം. തീർച്ചയായും. ഏത് പാട്ട് വേണം? നമ്മുടെ ഫേവറേറ്റ് സോങ് പാടണോ? നമ്മുടെ ഫേവറേറ്റ് മതി. ഓൾ ടൈം ഫേവറേറ്റ് പാടാല്ലേ? വില്വാത്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രനു പാലൂട്ട്. വില്വാത്രിനാഥൻ പള്ളിയുണരുമ്പോൾ
പഞ്ചമി ചന്ദ്രനു പാലൂട്ട് വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടിന് കല്യാണം. ഞങ്ങളങ്ങനെ എന്താ പറയുക, ചില ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷൊക്കെ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ആൾ കുറച്ച് ടയേർഡായി. അപ്പോൾ ഇനി കുടിച്ച് തീർക്കാൻ ഇനി 1 ലിറ്റർ വെള്ളം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ പതുക്കെ അവിടെ ഇരുന്നു. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഇനിയിപ്പോൾ സന്ധ്യയായി. സന്ധ്യ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. പിന്നെ ഞങ്ങളുടെ ചെറിയ ചെറിയ കുറച്ച് നേരം പോക്കുകളുണ്ട്. പാട്ട് കേൾക്കുക, TV കാണുക, നമ്മൾ തമ്മിൽ കുറച്ച് നേരം സംസാരിക്കുക, കുറച്ച് ടെൻഷൻസ് സംസാരിക്കുക. ബാൽക്കണിയിൽ ഇരുന്ന് നല്ല കാറ്റൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. നീ എന്തിനാ ടെൻഷനൊക്കെ ആവുന്നേ? ഒരു ടെൻഷനും ആവണ്ടെന്നേ. നീ ഇപ്പോൾ പെട്ടെന്ന് ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോകും. അതിനൊക്കെ സമയമുണ്ട്. നിനക്ക് വിശക്കുന്നില്ലേ? കഴിക്കാം. നന്നായി ഫുഡൊക്കെ കഴിച്ച് നല്ല മരുന്നൊക്കെ കഴിച്ച് വന്നു. എന്താ പറയുക, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ നല്ലൊരു ഉറക്കത്തിലേക്ക് പോവാം. ഉറക്കക്കുറവൊക്കെ ഇപ്പം നല്ലപോലെ ഉണ്ട്. ഉറക്കമില്ല. അപ്പം നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ച് കഴിയുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. ബാ ഇരിക്കും. ഈ അച്ചാറിൻ്റെ മണമാണ് എൻ്റെ പൊന്നോ മതി. അപ്പോളേ മറ്റൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ അത്താഴത്തിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണിതെല്ലാം. നേരത്തെ ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫുഡും കാര്യങ്ങളും തന്നെയാണ് നമ്മളും കഴിക്കുക. പിന്നെ ഏറ്റവും ഇഷ്ടം ചോറ് തന്നെയല്ലേ. ഇതിൻ്റെ ഒരു സ്മെല്ലാണ് മോനെ, സ്മെല്ല് ഒഴികട്ടെ. നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫുഡ് തന്നെയാണ് നമ്മുടെ. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് ഞങ്ങളുടെ ഈ ഒരു ദിവസത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. ഇനിയിപ്പം ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി നമ്മൾ നല്ല പ്രതീക്ഷകളുടെ ഒരു ദിവസത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. എത്ര പെട്ടെന്ന് ഒരു ദിവസം പോയത്. നീ അറിഞ്ഞാ? ഞാൻ അറിഞ്ഞിട്ടില്ല. ആള് നല്ല ഉറക്കത്തിൻ്റെ മൂഡിലേക്ക് പോയി. എന്താ പറയുക, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ കുഞ്ഞാവൊക്കെ വരാറൊക്കെ ആവുന്നു. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വാരി കുരിങ്ങ് അയച്ചു കൊടുത്തേക്ക്. അപ്പം ഞങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞാൻ എന്തോ മറന്നു. ഫോൺ ചാർജ് ചെയ്യാനാണോ? ഏയ്, ഫോണൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഫോണൊക്കെ ഫുൾ ചാർജ് കിട്ടാൻ കിടക്കാറുള്ളൂ. പിന്നെന്താ? അതൊക്കെ ഉണ്ട്. ഓ, അപ്പം അതാണ് കഷ്ടം. ബാഹുബലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടാൻ കേട്ടോ. നമ്മുടെ സ്വന്തം. ഇതെന്താ സാധനം എന്ന് മനസ്സിലായിട്ടാണോ? അതൊക്കെ മനസ്സിലായി. എൻ്റെ പൊന്നോ. ട്വിങ്കിൾ ട്വിങ്കിൾ മിണ്ടാതെ കിടന്നുറങ്ങുമോ? ഓ, ഇപ്പം നമ്മൾ പാടുന്നായി കിടന്നുറങ്ങുക. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.